ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു പ്രോഡക്റ്റ് ഐഡിയ അതുപോലെ ബിസിനസ് നെയിം എല്ലാം ഉണ്ടായിട്ട് ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് അതിലെ കോംപ്ലിക്കേഷൻ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണോ നിങ്ങൾ, സ്റ്റക്ക് ആയിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ 44 ഈസി സ്റ്റെപ്പുകളിലൂടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഐഡിയ മുതൽ 3 to 5 വർഷത്തിനുള്ളിൽ ഒരു മേജർ എക്സ്പാൻഷൻ വരെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ 5 എപ്പിസോഡുകളിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രോഡക്റ്റ് ഐഡിയ ഉണ്ടാക്കി അതിന്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നല്ലൊരു ബ്രാൻഡ് നെയിമും ബ്രാൻഡിംഗും ഡൊമൈൻ രജിസ്ട്രേഷൻ ഒക്കെ വരെയുള്ള കാര്യങ്ങൾ കാണാത്ത എപ്പിസോഡ് 1 പോയിട്ട് കാണുക. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരു കമ്പനിയുടെ ലീഗൽ സെറ്റിംഗ് അപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അതായത് കമ്പനി നിയമപരമായിട്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് സജ്ജീകരിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു നെയിം ഓൾറെഡി രജിസ്റ്റർ കിട്ടി, നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുക. നിർബന്ധമായിട്ടും മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തേക്ക് വരുന്നവർ ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷനാണ് MSME അഥവാ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കാണാത്തവർ അത് പോയിട്ട് കാണുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് GST രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മൾ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമാണ് GST രജിസ്ട്രേഷൻ. അതായത് നമ്മൾ സ്റ്റേറ്റിനും സെൻട്രലിനൊക്കെ ഉള്ള ടാക്സ് അടിച്ചിട്ട് നേരായ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടി GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. അതുപോലെ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ബിസിനസ് എവിടെയാണോ നമ്മൾ സെറ്റിംഗ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്താവും മുനിസിപ്പാലിറ്റി ആവും കോർപ്പറേഷൻ ആവും, അവിടെ നിന്നുള്ള ട്രേഡ് ലൈസൻസ് നമ്മുടെ ഒരു അഡ്രസ് വെച്ച് നമ്മൾ എടുക്കണം. നമ്മുടെ വീടിന്റെ അഡ്രസ് ആവും, അല്ലെങ്കിൽ നമുക്ക് ഫാക്ടറി ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് ആവും, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് ആവും. അപ്പോൾ അത് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 14ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് NOC നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് NOC എടുക്കുന്നതാണ്. നിർബന്ധമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു മാനുഫാക്ചറിംഗ് കൊണ്ട് തുടങ്ങാനാവും അത് നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി അതിന്റെ NOC ആദ്യം തന്നെ എടുത്ത് വെക്കുക എന്നുള്ള പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വ്യക്തമായ ഗൈഡ്ലൈൻസോടും സർട്ടിഫിക്കറ്റോടും അവരുടെ കൺസെന്റോടും കൂടി തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ ടെൻഷൻ ഇല്ല. അടുത്ത 15ാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് പറയുന്നത് നമ്മൾ ഫാക്ടറി ലൈസൻസ്, കേരള ഫാക്ടറീസ് ആക്ട് പ്രകാരം ഒരു ഫാക്ടറി ലൈസൻസ് നമ്മൾ ആപ്ലിക്കബിൾ ആണ്, ബിസിനസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് എടുക്കാനുള്ളത്. അടുത്ത നമ്മൾ 16ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ആണ്, മാനുഫാക്ചറിംഗ് ഫുഡ് പ്രോഡക്റ്റുകളുടെ പ്രോസസിംഗ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് നിർബന്ധമായിട്ട് നമ്മൾ FSSAI ലൈസൻസ് നമ്മൾ എടുക്കൽ വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് കറണ്ട് അക്കൗണ്ട് നമ്മൾ ബിസിനസിന്റെ ആവശ്യമായിട്ട് ബിസിനസിന്റെ നിയമത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അടുത്ത 18ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊപ്പർട്ടർഷിപ്പ് ആവാം, അത് ഒറ്റ സിംഗിൾ ആൾ ചെയ്യുന്ന പ്രൊപ്പർട്ടർഷിപ്പ് ആവാം, അല്ലെങ്കിൽ സിംഗിൾ ആൾ തുടങ്ങുന്ന 1 man കമ്പനി ആവാം, അല്ലെങ്കിൽ പ്രൊപ്പർട്ടർഷിപ്പ് ആവാം, പാർട്ണർഷിപ്പ് ആവാം, LLP കമ്പനി ലെവലിലേക്ക് LLP പ്രൈവറ്റ് ലിമിറ്റഡ്, അത് ഏതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ നമ്മൾ ചാനൽ കിടപ്പുണ്ട്. അപ്പോൾ അത് അറിയേണ്ടവർ ആ വീഡിയോ പോയിട്ട് കണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. 19ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷനും നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉള്ളത് നമ്മൾ മാനുഫാക്ചറിംഗ് സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സബ്സിഡി ഒക്കെ ഉണ്ട്. LT4 കാറ്റഗറി നമുക്ക് നമ്മുടെ ചാർജ് കണക്ഷൻ ഇലക്ട്രിസിറ്റി കൺസംഷൻ ചാർജ് കുറയുന്ന രീതിയിലുള്ള LT4 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇലക്ട്രിക് SCB-ലേക്ക് തന്നിട്ട് LT4ലേക്ക് മാറ്റി തരുന്നതാണ്. അതിലാണ് നമ്മൾ ചാർജ് വളരെ കുറവാണ്. സാധാരണ നമ്മൾ കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലൊക്കെ യൂസ് ചെയ്യുന്നതിനായിട്ട് കുറവാണ് നമുക്ക് LT4 ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ 20ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മുടെ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. നമുക്ക് കിങ്ഫ്ര അതേപോലെ തന്നെ DIC ഇൻഡസ്ട്രിയൽ അനുയോജ്യമായിട്ട് ഒരുപാട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമുക്ക് ആ ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങൾ ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ യൂണിയൻകാരുടെ ഇഷ്യൂസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, അവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ സിറ്റിക്കകത്ത് നമുക്ക് അസോസിയേഷൻസ് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നമുക്ക് അവൈലബിൾ ആയി. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ 20 സ്റ്റെപ്പ് നമ്മളോട് കൂടി കഴിഞ്ഞു. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കാണാൻ ഈ വരുന്ന 3 എപ്പിസോഡുകൾ നമ്മൾ കാണുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 1-to-1 പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ 1-to-1 എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.